ERP നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുമ്പോൾ ഒരു ബിൽഡർക്ക് ആവശ്യമായിട്ടുള്ള, ഒരു കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള മോഡ്യൂൾസ് ഈ കൺസ്ട്രക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ERP-യിൽ ഉണ്ടോ? എന്തൊക്കെയാണ് അതിൻ്റെ അകത്തുള്ള മോഡ്യൂൾസ്, നമുക്ക് അത്യാവശ്യമുള്ള മോഡ്യൂൾസ് ഉണ്ടാവുക? ഏതൊരു കൺസ്ട്രക്ഷൻ കമ്പനിയിലും ഉള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനെയും എൻഡ് ടു എൻഡ് കണക്ട് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ ടൂളാണ് ERP എന്ന് പറയുന്നത്. അപ്പൊ റൈറ്റ് സ്റ്റാർട്ടിങ് ഫ്രം നമുക്കൊരു കോൺട്രാക്ട് കിട്ടുമ്പോൾ, ഒരു കോൺട്രാക്ട് മാനേജ്മെന്റ് തൊട്ട്, റിയൽ എസ്റ്റേറ്റ് കമ്പനിക്ക് ആണെങ്കിൽ അവരുടെ ആ ഡ്രോയിങ്സ് കഴിഞ്ഞിട്ട് പ്രോജക്ട് ഇനീസിയേഷൻ തൊട്ട്, അതാണ് പ്രോജക്ട്സ് മോഡ്യൂളിൽ വരുന്നത്. ഇനി കോൺട്രാക്ടേഴ്സിനാണെങ്കിലാണ് ഈ കോൺട്രാക്ട് മാനേജ്മെന്റ് വരിക. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പ്രോജക്ട്സിലേക്ക് വന്ന് അവിടെ നമുക്ക് സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ആണ്, നമ്മളൊരു ഫ്ലാറ്റ് പണിയാണെങ്കിൽ അതിനെ ഫ്ലോർസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ഓരോ ഫ്ലോറിലും എത്ര ഫ്ലാറ്റുകൾ വരുന്നു, അതിന്റെ സ്ക്വയർ ഫീറ്റ് എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രോജക്ട്സിൽ നമ്മൾ ഇനീഷ്യലി സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിനെ ബേസ് ചെയ്ത് ഒരു ബഡ്ജറ്റിംഗ് ആൻഡ് പ്ലാനിങ് ഉണ്ടാവും. അപ്പൊ ഈ ബഡ്ജറ്റിംഗ് ആൻഡ് പ്ലാനിങ് മോഡ്യൂൾ വളരെ അത്യാവശ്യമുള്ളതാണ് ഏതൊരു പ്രോജക്റ്റിലും. എന്നാൽ ഒട്ടും നടക്കാത്തതുമായിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ബഡ്ജറ്റിംഗ് ആൻഡ് പ്ലാനിങ്. അപ്പൊ ERP വരുമ്പോഴുള്ള പ്രത്യേകത, അതിന് ബഡ്ജറ്റിംഗ് ആൻഡ് പ്ലാനിങ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. സോ ഇങ്ങനെ ഏതൊരു പ്രോജക്റ്റിനായാലും ഇങ്ങനെ സ്റ്റേജസ് ആക്കി കഴിയുമ്പോൾ ഓരോ സ്റ്റേജിലും എത്ര മെറ്റീരിയൽസ് വേണം, എത്ര മാൻ പവർ വേണം, എത്ര പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ യൂസേജ് ഉണ്ടാവും, ഇങ്ങനെയുള്ള എല്ലാ റിസോഴ്സസും വാട്ട് എവർ ഇസ് റിക്വയർഡ് ഫോർ ദാറ്റ് പ്രോജക്ട് അത് അതിൽ ബഡ്ജറ്റ് ചെയ്ത് പ്ലാൻ ചെയ്യണം. അത് ടൈമും കൂടെ വെച്ചിട്ട് ഓരോ ടൈമിലും ഒരു മൈൽ സ്റ്റോൺ പോലെ ഇത്ര ഫ്ലോർ ഇന്ന ടൈമിൽ തീരും എന്നുള്ള രീതിയിൽ സ്കെഡ്യൂളിംഗും കൂടെ ചെയ്യണം. അവിടെ നിന്ന് പിന്നെ പ്രൊക്യൂർമെന്റിലേക്ക് പോകും. കാരണം ഓരോ സ്റ്റേജ് അനുസരിച്ചിട്ട് പ്രൊക്യൂർമെന്റ് ചെയ്യാൻ പറ്റും. അത് കണക്റ്റഡ് ഓഫ് കോഴ്സ് ടു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഇനിയൊരു പിന്നെ നമ്മുടെ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഒരു ട്രാക്കിങ്ങിന് വേണ്ടിയിട്ട് അസറ്റ് മാനേജ്മെന്റ് ഉണ്ട്. പുതിയ അസറ്റ്സ് മേടിക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ അസറ്റും ഏത് സൈറ്റിൽ എപ്പോൾ ഉപയോഗിച്ചു എന്നുള്ളത് വെക്കുമ്പോൾ അതിന്റെ ഡിപ്രീസിയേഷൻ, ഫിനാൻസിന് വേണ്ടിയിട്ടുള്ളത്, അത് സ്ക്രാപ്പ് ആക്കുവാണെങ്കിൽ അതിനെ സ്ക്രാപ്പ് ആക്കുന്നതിനുള്ള ഫീച്ചർ, ഇതെല്ലാം അസറ്റ് മാനേജ്മെന്റിലുണ്ട്. ദെൻ മെറ്റീരിയൽ മാനേജ്മെന്റ്, നമ്മളെ സൈറ്റിൽ ഒരു സ്റ്റോറിൽ പോയിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽസ് നമ്മൾ പ്രൊക്യൂർ ചെയ്തു, സൈറ്റിലെത്തി, അവിടെ നിന്ന് ഓരോ ദിവസവും ഇത്ര ഇഷ്യൂ ചെയ്തു. ഇപ്പൊ ഒരു 10 ചാക്ക് സിമെന്റ് ആണ് ഇന്ന് ഇഷ്യൂ ചെയ്തതെങ്കിൽ അത് നോട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം ഇനി സ്റ്റോറിൽ എത്ര ബാക്കി ഉണ്ടാവണം എന്നുള്ളത്. അത് കൂടാതെ പിന്നെ വെൻഡർ മാനേജ്മെന്റ്, അതാണ് പിന്നെയുള്ള ഒരു മേജർ മോഡ്യൂൾ. കാരണം നമുക്ക് ഒരുപാട് നമ്മൾ സബ് കോൺട്രാക്ട് ചെയ്യുന്നുണ്ടാവും പല കാര്യങ്ങളും. അപ്പൊ അതിനുള്ള വെൻഡേഴ്സിന്റെ മാനേജ്മെന്റ് പ്ലസ് നമ്മുടെ സപ്ലയേഴ്സിന്റെ മാനേജ്മെന്റ്, മെറ്റീരിയൽ തരുന്ന സപ്ലയേഴ്സിന്റെ മാനേജ്മെന്റ്. ഇനി ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനി ആണെങ്കിൽ ഒരു CRM മോഡ്യൂൾ ഉണ്ടാവും. അതിലെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്ലാറ്റ്സ് വിൽക്കുമ്പോൾ അതിന് എൻക്വയറീസ് വന്നത്, കസ്റ്റമേഴ്സിന്റെ എൻക്വയറീസ് വന്നത്, അവർക്ക് സൈറ്റ് ഇൻസ്പെക്ഷൻ നമ്മൾ നടത്തിക്കൊടുത്തത്, വാക്ക് ത്രൂ നടത്തിക്കൊടുത്തത്, ഏത് സ്റ്റേജിലെത്തി, ആ ഒരു ലീഡിന്റെ മാനേജ്മെന്റിൽ ഏത് സ്റ്റേജിലെത്തി, ഇപ്പൊ വാക്ക് ത്രൂ കഴിഞ്ഞു, അത് കഴിഞ്ഞ് അവർ കൺഫേം ചെയ്തു, അവർ അഡ്വാൻസ് തന്നോ, അതിലെ പേയ്മെന്റ് ടേംസ് സെറ്റ് ചെയ്യാം, അതനുസരിച്ചിട്ട് നമുക്ക് ഇൻവോയ്സ് റേസ് ചെയ്ത് അവരുടെ പേയ്മെന്റ് കളക്ട് ചെയ്യാം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും CRM മോഡ്യൂളിൽ ഉണ്ടാവും. ആൻഡ് ഫൈനലി പീപ്പിൾ മാനേജ്മെന്റിനുള്ള HRMS ഒരു മോഡ്യൂൾ ഉണ്ടാവും. അതിലെന്ന് വെച്ചാൽ നമുക്ക് റിക്രൂട്ട്മെന്റ് തൊട്ട് അവരുടെ ഒരു സെപ്പറേഷൻ വരെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ, അവരുടെ പേറോൾ, കംപ്ലയൻസസ്, പിന്നെ എന്താ പറയുക, അവരുടെ പെർഫോമൻസ് മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് HRM മോഡ്യൂളിൽ ചെയ്യും. അങ്ങനെ ഒരു കോംപ്രിഹെൻസീവ് എക്സ്റ്റെൻസീവ് ഡിജിറ്റൽ സിസ്റ്റമാണ് ERP എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ERP-യുടെ ഇംപ്ലിമെന്റേഷൻ ഇപ്പൊ പറഞ്ഞതുപോലെ ഒരു ബിൽഡറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നത് ഒരു കോസ്റ്റ് കണ്ടുപിടിക്കാനും ഒരു പ്രോജക്റ്റ് വൈസ് കോസ്റ്റിങ്ങും ഒക്കെ ഇത് മൂലം സാധ്യമാവുന്നതാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. ഇത് കൂടാതെ ഞാനിതിൽ പ്രോജക്ട്സിന്റെ മോഡ്യൂളിലെ ഒരു രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞത്, ആദ്യം നമ്മൾ ആ ഒരു ഡെഫിനിഷൻ ആയിരുന്നു പറഞ്ഞത്, ഏത് സ്റ്റേജസ് വൈസ് ആക്കുന്നത്. രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞാൽ ആ പ്രോജക്റ്റിന്റെ എക്സിക്യൂഷൻ നടക്കുമ്പോൾ ഓരോ ദിവസവും എത്രമാത്രമായി വർക്ക് എന്നുള്ളതിന്റെ ഒരു ട്രാക്കിംഗ് കൂടെ നമുക്ക് പ്രോജക്ട് മോഡ്യൂളിൽ പറ്റും. മെഷർമെന്റ്സ് ഇടാം, അതനുസരിച്ചിട്ട് ഉള്ള എന്താ പറയാ, നമുക്ക് ലേബർ കോൺട്രാക്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് എത്ര കാശ് കൊടുക്കണം എന്നുള്ള കാൽക്കുലേഷൻ, ഇതെല്ലാം പ്രോജക്ട്സ് മോഡ്യൂൾ ത്രൂ നമുക്ക് കിട്ടും. എനിക്ക് തോന്നുന്നത് ഈ ERP കമ്പനീസ് ഇതിന്റെ മോഡ്യൂൾ വൈസ് ആണ് ഇതിന്റെ കോസ്റ്റിംഗ് എന്ന് തോന്നുന്നു, അല്ലേ? പലരും പല രീതിയിലാണ് അവരുടെ പ്രൈസിങ് ഇടുന്നത്. ചിലരൊരു ലംസമായിട്ടാണ്, ബൾക്കായിട്ടാണ്. നിങ്ങൾക്ക് ഏത് മോഡ്യൂൾ വേണമെങ്കിലും എടുക്കാം. ദ ലൈസൻസിങ് കോസ്റ്റ് ഡിപ്പെൻസ് ഓൺ ദ നമ്പർ ഓഫ് യൂസേഴ്സ് ഓൺലി എന്ന് പറയുന്നവരുണ്ട്. ചിലർ പറയും നമ്പർ ഓഫ് മോഡ്യൂൾസ് അനുസരിച്ചാണ്. അത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൈസിങ് ഉണ്ട് പല ERP.